ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്കത് കമ്പനി ബോർഡ് LGSനും അതുപോലെ അസിസ്റ്റൻറ്റിനും BFAക്കും ഉപയോഗമാകും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പലവിധത്തിലുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് 400നും 1100നും ഇടയ്ക്ക് 6ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട്? ഒരിക്കൽ കൂടി വായിക്കാം. 400നും 1100നും ഇടയ്ക്ക് 6ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട്? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് ഇത് രണ്ട് മെത്തേഡ് ചെയ്യാം. നമുക്ക് 400ന് ശേഷം 400ന് തൊട്ടടുത്ത് വരുന്ന 6ൻ്റെ ഗുണിതമാണ് കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ 1100ന് തൊട്ട് താഴെ വരുന്ന 6ൻ്റെ ഗുണിതമായിട്ടുള്ള സംഖ്യ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 1100ന് തൊട്ടടുത്ത് വരുന്ന സംഖ്യ അത് നമുക്ക് x1 ആണ്, x2 ആണ് വയ്ക്കുക. അതിന് 400ന് അടുത്തുള്ള സംഖ്യയെ കുറച്ചിട്ട് അതിൻ്റെ 6 കൊണ്ട് ഹരിച്ചിട്ട് +1 ചെയ്താൽ നമുക്ക് എത്ര ഗുണിതങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം 400ൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്തു? 400നെ 6 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എത്ര വരും? 6 6 36 വരും. സിസ്റ്റം വീണ്ടും 4 വരും, 40 വരും, വീണ്ടും 6 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ 36 വരും, സിസ്റ്റം 4 വരും. അപ്പോൾ ഇതെന്താ മീൻ ചെയ്യുന്നത്? 400 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 66നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ 4 കൊണ്ട് കൂട്ടണം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കറിയേണ്ടത് 400ന് തൊട്ടടുത്തുള്ള സംഖ്യയാണ് അറിയേണ്ടത്. ഇത് ഗുണിക്കുമ്പോൾ തന്നെ 396 വരും. പിന്നെ നമ്മൾക്ക് കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്? 6 കൂട്ടണം, അതായത് 402 വരിക. അല്ലെങ്കിൽ നമ്മളിവിടെ കിട്ടിയ സിസ്റ്റം ഉണ്ടല്ലോ, ഈ സിസ്റ്റത്തിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് അത് 6 എത്തുക നോക്കുക. അപ്പോൾ ഇവിടെ അറിയാം, നമുക്ക് എക്സിൻ്റെ കൂടെ 2 കൂട്ടിയാലാണ് 6 വരിക എന്നറിയാം. ഈ 2നെ നമ്മൾ 400ൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ എത്ര വരും? 400 + 2 402. അപ്പം 400ന് തൊട്ടടുത്ത് 6ൻ്റെ ഗുണിതം എന്ന് പറയുന്നത് 402 ആണ്. അപ്പോൾ നമുക്ക് x1 കിട്ടി, 402 എന്ന് കിട്ടി. ഇനി x2 1100. അപ്പോൾ 1100നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 6 വരും. ബാക്കി 50 വന്നു, 8 48 വന്നു, സിസ്റ്റം 2 വന്നു, 3 18, ബാക്കി സിസ്റ്റം 2. അപ്പോൾ ഇന്ന് എന്താ മനസ്സിലാക്കുന്നത്? 183 × 6 + 2 ആണ് 1100. അപ്പോൾ 1100ൻ്റെ തൊട്ടടുത്തുള്ള 1100നേക്കാൾ കുറവായിട്ടുള്ള 6ൻ്റെ ഗുണിതം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1100 - 2 ചെയ്താൽ മതി. ഈ 2 അങ്ങോട്ട് പോയാൽ 1100 - 2 ചെയ്താൽ നമുക്ക് 1098 എന്ന് കിട്ടും. ഇതായിരിക്കും 6 കൊണ്ടുള്ള ഗുണിതം. അപ്പോൾ x2 നമുക്ക് കിട്ടി. ഇനി x2 - x1 1098 - 402 ÷ 6. ഇതിൻ്റെ കൂടെ ഒന്നാണ് കൂട്ടേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര വരും? 8 - 2 എത്രയാണ്? 6, 9, 10 - 4 6 ÷ 6 + 1. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 1 1 36 ആകുമ്പോൾ 6 6 36 +1 117 എന്നുള്ള ആൻസർ വരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാലോ. അതായത് 1ന്ന് 1100 വരെ എത്ര ഗുണിതങ്ങളുണ്ട്, 6ൻ്റെ ഗുണിതങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാം. അതുപോലെ 1ന്ന് 400 വരെ 6ൻ്റെ ഗുണിതങ്ങൾ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ കണ്ടുപിടിച്ച സംഖ്യകളെ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് 400നും 1100നും ഇടയ്ക്കുള്ള 6ൻ്റെ ഗുണിതങ്ങൾ കിട്ടുമല്ലോ. ഇങ്ങനെയും ചെയ്യാം. 1100 വരെ 6ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് അത് കണ്ടുപിടിക്കാൻ ചെയ്യണം. 1100 ÷ 6 ചെയ്താൽ മതി. അത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയുണ്ട്? 153 ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ 1 മുതൽ 400 വരെ 6ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് അത് നമ്മൾ കണ്ടെത്തി 66 എന്ന്. അപ്പോൾ അതും ചെയ്തു. അപ്പോൾ ഇവ തമ്മിൽ കുറച്ചാൽ എത്ര വരും? 117 വരും. ഇങ്ങനെയും ചെയ്യാം. പക്ഷെ നിങ്ങൾ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും 1100 - 400 ÷ 6 + 1 അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് തെറ്റായ മെത്തേഡാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിൽ തന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് 400നും 500നും ഇടയിലുള്ള 3ൻ്റെ ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യ നോക്കാം. അപ്പോൾ 400നും 500നും ഇടയിലുള്ള ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ എത്രയാണ്? 400ന് ശേഷം 402, അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 500ൻ്റെ താഴെയുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ എത്ര വരും? 400
99 പറ്റുമോ? ഇല്ല. 498 പറ്റുമോ? പറ്റും. കാരണം 8 4 12 9. അപ്പോൾ ഇത് ഡിവിസിബിൾ ആണ്, 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇതായിരിക്കും 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യകൾ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 96/3 വരും. +1 കൂട്ടണം. അപ്പോൾ എത്ര വരിക? 96/3 എന്ന് പറയുന്നത് 32 + 1 33 നമ്പർ വരും. ഇനി നമ്മൾ ഈ 400നും 500നും മടിക്കല്ലേ, 500 - 400 /3 +1 അങ്ങനെ ചെയ്താൽ എത്ര വരും നോക്കൂ. അപ്പോൾ 100/3 വരും. 100/3 +1 അപ്പോൾ എത്ര വരും? നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 33 + 1 എന്ന് വരും. അപ്പോൾ 34. ഇങ്ങനെ ഒരു ആൻസർ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സംഖ്യ എടുത്തു, 400 + 2 ആണ്. 400ന് ശേഷം ഇവിടെ ഒരു 2 ബാലൻസ് വരുന്നുണ്ട്. അതുപോലെ 498ന് ശേഷം ഒരു 2 ബാലൻസ് വരുന്നുണ്ട്. ഈ 2ഉം 4ഉം കൂടി നമ്മൾ ഡിവിസിബിളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒരിക്കലും ചെയ്യരുത്. വലിയ സംഖ്യയിൽ നിന്ന് താഴെ ചെറിയ സംഖ്യ കുറച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു +1 ചെയ്യാലോ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ 1100 400 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ പൂർണ്ണമായിട്ടും 6 കൊണ്ട് ഹരിക്കാനും കഴിയില്ല. ഇങ്ങനെ ഒരു മിസ്റ്റേക്കും കൂടി അതിൽ വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം 400ന് ശേഷമുള്ള 6ൻ്റെ ഗുണിതം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ 1100ന് താഴെയുള്ള 6ൻ്റെ ഗുണിതം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇവ തമ്മിൽ കുറച്ചിട്ട് അവയെ 6 കൊണ്ട് ഹരിച്ചിട്ട് അതിനുശേഷം അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ 1 മുതൽ 1100 വരെ കണ്ടുപിടിക്കുക. അതുപോലെ 1 മുതൽ 400 വരെ കണ്ടുപിടിക്കുക. അതിനുശേഷം അവ തമ്മിൽ കുറച്ചാലും നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകൾ 12ൻ്റെ ഗുണിതം ഏത്? ഇത് കണ്ടുപിടിക്കാൻ വേറെ ഒന്നുമില്ല. ഈ ഒരു ഓപ്ഷനിൽ തന്നെ നോക്കിയാൽ അറിയാം, ഒറ്റ അക്കത്തിൻ്റെ സ്ഥാനത്തെല്ലാം വന്നിരിക്കുന്നത് ഒറ്റ അക്കമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം 12ൻ്റെ ഗുണിതങ്ങളിൽ ലാസ്റ്റ് സംഖ്യ ഒരിക്കലും ഒറ്റ അക്കം വരില്ല. അതൊരു കോമൺ ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് തന്നെ 3816 എന്നുള്ള ആൻസർ എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഓരോ കണ്ടീഷൻ നോക്കാം. അതായത് 2ൻ്റെ ഗുണിതമാണോ ഒരു സംഖ്യ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ അവസാനത്തെ അക്കം എന്താണ്? ഇരട്ടയാണെന്ന് നോക്കിയാൽ മതി. ഇനി 3ൻ്റെ ഗുണിതമാണെന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സംഖ്യകളുടെ അക്കങ്ങളുടെ തുക 3ൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. 4 ആണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ 2 അക്കങ്ങൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്, ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. 5 ആണെന്ന് അറിയാൻ എന്ത് ചെയ്യേണ്ടത്? അവസാനത്തെ അക്കം 5 അല്ലെങ്കിൽ 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. 6 ആണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 2ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്പിൾ ആണോ ആ സംഖ്യ എന്ന് നോക്കിയാൽ മതി. ഇനി 8 കൊണ്ട് ഒരു സംഖ്യ ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കിയാൽ മതി. ഇനി 9 ആണെങ്കിലോ സം ഓഫ് ഡിജിറ്റ്സ് എന്താണ്? 9 ആയിരിക്കണം. സം ഓഫ് ഡിജിറ്റ്സ് 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഇനി 10 ആണ് വെച്ചാൽ ലാസ്റ്റ് അക്കം 0 ആയിരിക്കണം. ഇനി 11 കൊണ്ടാണ് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഇടവിട്ടിട്ടുള്ള അക്കങ്ങളുടെ സമ്മ് മൈനസ് അടുത്ത ഇടവിട്ടിട്ടുള്ള അക്കങ്ങളുടെ സമ്മ്. എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സംഖ്യ 1 2 3 4 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഇടവിട്ടിട്ടുള്ള അക്കങ്ങൾ പറഞ്ഞാൽ എന്താണ്? 5 3 8 1 9. 9 മൈനസ് ഇനി അടുത്ത ഇടവിട്ടിട്ടുള്ള അക്കം എത്രയാണ്? 4 2 6. അപ്പോൾ അത് എത്ര വരിക? 3. 3 ഒരിക്കലും 11 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ സംഖ്യ ഡിവിസിബിൾ അല്ല. ഇനി നമുക്ക് വേറൊരു സംഖ്യ എടുക്കാം. അപ്പോൾ ഈ സംഖ്യനെ ഡിവിസിബിൾ ആക്കാൻ എന്ത് ചെയ്യണം? ഈ 6നെയും കൂടി 3 കൂട്ടിയാൽ മതി. അപ്പം 4ഉം 2ഉം 6 ആണ്. ഒന്നില്ലെങ്കിൽ 4ന് ഇവിടെ 4ൻ്റെ കൂടെ 3 കൂട്ടി, അപ്പോൾ 7 വരും. അപ്പോൾ 1 2 3 7 5 ഈ സംഖ്യ 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇതെങ്ങനെ ചെക്ക് ചെയ്യുക? 5 3 8 1 9 7 2 9. അപ്പോൾ 9 - 9 0 അല്ലെങ്കിൽ 11ൻ്റെ ഗുണിതങ്ങളോ വന്നാൽ അവ 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇനി 12ൻ്റെ ചെക്ക് ചെയ്യാൻ എന്താണ് കറക്റ്റ് ഫോർമാറ്റ്? ആ ഒരു സംഖ്യ 4 കൊണ്ടും 3 കൊണ്ടും മൾട്ടിപ്ലൈ ആയിരിക്കണം. അപ്പോൾ ഒരു സംഖ്യയുടെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഇപ്പോൾ ഈ സംഖ്യ നോക്കണം, 3 8 16. ഇതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്താണ്? അത് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ സംഖ്യ മൊത്തം 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ എന്ത് ചെയ്യണം? 3 + 8 + 1 + 6. അപ്പോൾ 3 8 11 11 12 6 18. 18 3 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ? ആണ്. 8 1 9 9/3 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരിട്ട് തന്നെ അത് ഇരട്ടയൊക്കെയാണ്. അപ്പോൾ അത് 3816 മാത്രമേ ഡിവിസിബിൾ ആവുകയുള്ളൂ എന്ന ഒറ്റ നോട്ടത്തിലൂടെ തന്നെ നമുക്കത് ആൻസർ കുത്താൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞത്, ഇപ്പോൾ 6ൻ്റെ ഞാൻ പറഞ്ഞു, 6ൻ്റെ ഡിവിസിബിൾ ആണോ നോക്കാൻ എന്താ ചെയ്യേണ്ടത്? 2 കൊണ്ടും 3 കൊണ്ടും മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലാസ്റ്റത്തെ ഡിജിറ്റ് ഉണ്ടല്ലോ,
ലാസ്റ്റത്തെ ഡിജിറ്റ് ഇരട്ടാക്കുകയാണെന്ന് ആദ്യത്തെ ക്രൈറ്റീരിയൻ ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ ക്രൈറ്റീരിയൻ എന്താ ചെയ്യേണ്ടത്? സം ഓഫ് ഡിജിറ്റ്സ് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യുക. ഈ ഒരു ക്രൈറ്റീരിയ ചെക്ക് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ദശാംശ സംഖ്യകൾ തന്നാൽ നമ്മൾ പോയിന്റ് എല്ലാം കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രം മതി. 13.07. അടുത്തത് 21.0 ഇടുക. അടുത്തത് എത്രയാണ്? 0.3. അടുത്ത എത്രയാണ്? 1.25. അടുത്ത എത്രയാണ്? 0.137. അടുത്ത എത്രയാണ്? 26.546. അപ്പോൾ ഇവിടെ 3 ദശാംശ സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള സംഖ്യകൾ 3 ദശാംശ സംഖ്യകളാക്കുക. അതിനെന്ത് ചെയ്യണം? നമ്മൾ വലതുവശത്ത് 0 ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതെല്ലാം കൂട്ടുക. ഇങ്ങനെ വരയിട്ട് പോയാൽ അത്രയും നല്ലതാണ്. 7 6 13. സിസ്റ്റം 1 1 7 8 8 5 13 3 16 4 20 0. സിസ്റ്റം 2 2 3 5 2 7 1 8 5 13. സിസ്റ്റം 1 1 3 4 1 5 1 6 6 12. സിസ്റ്റം 1 1 2 2 4 2 6. കണ്ടില്ലേ? അപ്പോൾ 62.303. ആൻസർ ബി ആണ് വരുന്നത്. ഇനി നല്ല എക്സ്പെർട്ട് ഒക്കെയാണ്, നന്നായിട്ട് ആൻസർ അറിയാമെന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? ഡെസിമലിനും പോയിന്റിന് മുമ്പുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ആയി കൂട്ടുക, ഡെസിമലിന് ശേഷമുള്ളതും സെപ്പറേറ്റ് ആയി കൂട്ടാൻ പറ്റും. 21 13 34 34 1 35 35 20 55 6 61 വരും. നമ്മൾ പോയിന്റ് ഇല്ലാണ്ട് കൂട്ടിയാൽ 61 വരും. പ്ലസ് ഇനി ബാക്കിയുള്ള സംഖ്യകൾ അങ്ങനെ കൂട്ടിയിട്ട് നോക്കാം. 546 137 25 250 എന്ന് വായിക്കണം ശരിക്കും. 300 070 6 7 13. സിസ്റ്റം 1 1 4 5 5 3 8 5 13 7 20 0. സിസ്റ്റം 2 5 7 1 8 2 10 13. ഇവിടെ 1 വരും. ഈ 1 61ൻ്റെ കൂടെ കൂട്ടുക. 1.303 എന്ന് കൂട്ടും. അപ്പോൾ 62.303 എന്ന് വരും. ഇങ്ങനെയും കണക്ക് കൂട്ടാൻ പറ്റും. അത് എക്സ്പെർട്ട് ആയിട്ടുള്ളത് ചെയ്താൽ മതി. അല്ലാത്തവർ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എല്ലാം പോയിന്റുകളെല്ലാം കറക്റ്റായിട്ട് റെഡിയാക്കിയതിന് ശേഷം മാത്രം എഴുതുക. ആവശ്യത്തിനുള്ള ദശാംശമില്ല വെച്ചാൽ പോയിന്റിന് ശേഷമാണ് വെച്ചാൽ ഏറ്റവും അവസാനം 0 ആഡ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ? ഇതെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ 50 മൈനസ് 000 20-009. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? 0 നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 5 നിന്ന് ഇങ്ങനെ സിസ്റ്റം വരികയാണ്. 10 9 പോയാൽ 1. ഇവിടെ 9 9 മൈനസ് 0 9 9 മൈനസ് 0 9. ഇവിടെ എത്രയാണ്? 9 മൈനസ് 0 9. ഇവിടെ എത്രയാണ്? ഇപ്പോൾ 4 ഉള്ളത്. 4 മൈനസ് 2 2. 29.991. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കടക്കാരൊക്കെ ചെയ്തില്ലേ? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു 500 രൂപയ്ക്ക് കൊണ്ടുപോയി നമ്മളൊരു 77 രൂപേൻ്റെ സാധനം മേടിച്ചു. അപ്പോൾ അവരെന്താ ചെയ്യുക? ആദ്യം ഒരു 3 രൂപ എടുത്ത് തരും, എന്നിട്ട് 80 പിന്നെ ഒരു കൂട്ടം 20 എത്തിക്കും. അപ്പോൾ 100 പിന്നെ 500 എത്തിക്കാൻ എന്ത് ചെയ്യും? 400 കൂടി തരും. അപ്പോൾ 423 ബാക്കി കിട്ടും. ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 20.009 കൂടെ 29.991 കൂട്ടിയിട്ടും നമുക്ക് ആൻസർ കൺഫേം ചെയ്യാം. 9 1 10 0 സിസ്റ്റം 1 9 10 0 സിസ്റ്റം 1 9 10 0 സിസ്റ്റം 1 9 10 0 സിസ്റ്റം 1 1 4 5. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 1/2നും 1/3നും ഇടയിലുള്ള സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1/2 പറഞ്ഞാൽ എത്രയാണ്? 1നെ 2 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.5 കിട്ടും. 1/3 എത്രയാണ്? 0.33 ആണ്. ഇനി ഇത് അറിയാത്തവരെന്ത് ചെയ്യുക? 10/3 1/3നായിരിക്കാൻ 10/3 ചെയ്യാം. അപ്പോൾ 3 വരും. 3.33 വരും. 1 ആവുന്നതുകൊണ്ട് 0.33 എന്ന് വരും. ഇനി 1/4 ആണെങ്കിൽ എത്ര വരും? 1നെ 4 ഡിവൈഡ് ചെയ്താൽ 0.25 വരും. 3/4 പറയുന്നത് 3/4, അപ്പോൾ 0.75 വരും. 2/5 പറയുന്നത് എത്ര വരും? 2നെ 5 കൊണ്ടായിരിക്കാൻ ചെയ്യണം. 2നെ 5 ഇല്ല, അപ്പോൾ 20 ഇട്ടു. അപ്പോൾ ഒരു പോയിന്റ് ഇട്ടു. 0.4 വരും. 4 5 20, അപ്പോൾ അത് പോകും. അപ്പോൾ 0.4 വരും. ഇനി 4/7 ആണെങ്കിലോ? 4/7 4 7 40 ഇടും, അപ്പോൾ പോയിന്റ് ഇട്ടു. 7 35. അപ്പോൾ 4/7 പറയുന്നത് 5ൻ്റെ മേലെയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വരിക? 2/5 0.4. ഇത് വന്നിട്ട്
0.5നും 0.33ക്കും ഇടയിലാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ആൻസർ വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.